ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. കർത്താവ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് ആയിരിക്കാൻ സഹായിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നത്. അതിൻ്റെ 18-ാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 19 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. 19-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ, എന്നാൽ മിസ്രയീം രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടി മിസ്രയീമിൻ്റെ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ടൊക്കെയും അതിനെ ദണ്ഡിപ്പിക്കും. അതിൻ്റെ ശേഷം അവർ നിങ്ങളെ വിട്ടയക്കും. ഇവിടെ മോശയോട് പറയുകയാണ് എപ്രകാരമാണ് ദൈവമക്കളെ അവർ വിട്ടയക്കുന്നത്. സംഭവിക്കുവാൻ പോകുന്നതിന് മുമ്പ് തന്നെ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ദൈവം എല്ലാ കാര്യങ്ങളും മുന്നമേ കണ്ടു. അതിൻ്റെ എല്ലാതുമയമായ ക്രമീകരണങ്ങളും ചെയ്ത് ദൈവം മുൻപോട്ട് പോകുന്ന അവസ്ഥ ആണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് എല്ലാ പരിപാടികളും മുന്നമേ അറിഞ്ഞിരിക്കുകയാണ്. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ ദൈവം ചെയ്യുവാൻ പോകുന്നതായ കാര്യങ്ങൾ മോശയോട് പറയുന്നു. അതുപോലെ തന്നെ നാം വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഈ സാത്താന്യ ലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുമ്പോൾ ദൈവം സാത്താനോട് ചെയ്യുന്നതായ കാര്യങ്ങളും നമുക്ക് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലും 20-ാമത്തെ അധ്യായത്തിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുകയാണ്, എന്നാൽ മിസ്രയീം രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നു. ഇന്നലെ നമ്മൾ കണ്ടത് 3 ദിവസത്തെ വഴി ദൂരം പോയി ദൈവത്തെ ആരാധിക്കണം എന്ന് നിങ്ങൾ പറയണം. എന്നാൽ ദൈവത്തിന് മുന്നമേ ഈ ഫറവോൻ്റെ ഹൃദയസ്ഥിതി അറിയാവുന്നവനാണ്. ഫറവോൻ അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെന്ന് പറയുമ്പോൾ വിടുന്നവനല്ല ഈ ഫറവോൻ. അവന് ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളും ദൈവത്തിൻ്റെ ഭുജബലവും ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികളും കാണാതെ അവൻ ഒരിക്കലും നിങ്ങളെ വിടുവാനായിട്ട് സമ്മതിക്കുകയില്ല. ആ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തും. അതാണ് ഇവിടെ കർത്താവ് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടി മിസ്രയീമിൻ്റെ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുതങ്ങൾ കൊണ്ടൊക്കെയും അതിനെ ദണ്ഡിപ്പിക്കും. ദൈവത്തിൻ്റെ കൈ നീട്ടുവാനായിട്ട് പോകുകയാണ്. ദൈവത്തിൻ്റെ ഭുജബലത്താൽ, ദൈവത്തിൻ്റെ ഭുജം അതിശക്തിയാർന്നതാണ്. അതുകൊണ്ട് ആ ഭുജബലം കൊണ്ട് അനേക അത്ഭുതങ്ങൾ ചെയ്താണ്. ഓരോരോ അത്ഭുതങ്ങൾ, 10 ബാധകൾ, അത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. അതുകൊണ്ട് ആ 10 ബാധകൾ വരുത്തി അത് മുഖാന്തരമായിട്ട് അവരെ വിടുവിക്കും എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. അവരുടെ മധ്യത്തിൽ ഉണ്ടാകുവാൻ പോകുന്നതായ ബാധകൾ, ഫറവോൻ്റെ മേൽ വലിയ ബാധകൾ വരുത്തുവാനായിട്ട് പോകുന്നു എന്ന് മുന്നമേ ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന് ദൈവം അവരോട് പറയുന്നു. ഒരു ദുഷ്ടതയെയും നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് ഫറവോനെ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. കാരണം വലിയവനായ ദൈവം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു ഈ സാത്താൻ്റെ തലയെ തകർത്തവനാണ്, സാത്താനെ തോൽപ്പിച്ചവനാണ്. ഈ ഫറവോനെ ദൈവം ന്യായം വിധിക്കുവാൻ പോകുന്നത് പോലെ തന്നെ
ഈ സാത്താനെയും ദൈവം ഒരിക്കൽ ന്യായം വിധിക്കും. അതാണ് മുമ്പേ നാം പറഞ്ഞതുപോലെ വെളിപ്പാട് പുസ്തകം അവസാന അധ്യായങ്ങളിൽ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോഴും മറ്റുള്ളവർ അവനിൽ വിശ്വസിക്കേണ്ടതിനു വേണ്ടി അവനും അനേക അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്തു. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് അനേക അത്ഭുത പ്രവർത്തനങ്ങൾ, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. അങ്ങനെ അനേക അത്ഭുത പ്രവർത്തനങ്ങൾ കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് ചെയ്തു. തൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് വലിയവനായ ദൈവമാണ് അവനെ ഈ കാര്യത്തിന് വേണ്ടി അയച്ചത് എന്നുള്ളത്. അപ്പോൾ ആ കാര്യം തെളിയിക്കുവാൻ വേണ്ടിയാണ് കർത്താവിനെ ഈ ഭൂമിയിൽ അത്ഭുതങ്ങളോടുകൂടെ, അടയാളങ്ങളോടുകൂടെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അവൻ ദൈവപുത്രനാണ് എന്ന് അറിയുവാൻ വേണ്ടി. കർത്താവിനെ പറ്റിയുള്ളതായ ആ സാക്ഷ്യങ്ങൾ, പിതാവ് പറയുന്ന സാക്ഷ്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വീണ്ടും വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ ഇസ്രായേൽ മക്കളെ വെടിവെക്കുവാൻ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ബാധകൾ ഒക്കെ വരുന്നത് പോലെ തന്നെ നമ്മുടെ കർത്താവ് വലിയൊരു ബാധ അവസാനമായിട്ട് ഈ ജാതികളുടെ മേൽ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലും ബാബിലോണിൻ്റെ നാശവും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം അതിനെയൊക്കെ നശിപ്പിച്ച് ദൈവം നമ്മെ നടത്തുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ മതിയായ ഒരു കർത്താവാണ്. അതുകൊണ്ട് ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ വചന മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.